പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ മൂന്നാമത്തെ ദശകം ഭക്തി പ്രാർത്ഥന എന്ന ഈ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാകുന്നു നാം ചർച്ച ചെയ്യുന്നത്. ശ്ലോകമാദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേബി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. പദച്ഛേദം ശ്രദ്ധിക്കുക. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അഭി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരു ദയാം. ഭവത് പാദാംഭോജസ്മരണരസികഃ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് ചർച്ച ചെയ്യാം. ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം തവ ചരണസേവാരസഭരേ അഭി അനാസക്തം ഭവതി ബദ. ഹേ വിഷ്ണു, ദയാം കുരു. അഹം ഭവത് പാദാംഭോജസ്മരണരസികഃ നാമനിവഹാൻ ഗായം ഗായം കുഹജന വിജനെ വിവത്സ്യാമി. മൂന്നാം ദശകത്തിലെ രണ്ടാമത്തെ ഈ ശ്ലോകത്തിലൂടെയാണ്, പ്രാർത്ഥനാ ശ്ലോകത്തിലൂടെയാണ് തൻ്റെ രോഗാദി അരിഷ്ടതകൾ ഭഗവാന് മുന്നിൽ മേൽപ്പത്തൂർ അവതരിപ്പിക്കുന്നത്. ഇവിടെയാണ് രോഗവിഷയം ചർച്ച ചെയ്യുന്നത് അദ്ദേഹം. നിങ്ങൾ ഇതിൻ്റെ സാരം ശ്രദ്ധിക്കുക. രോഗങ്ങളാൽ വിവശമായ അവശമായിട്ടുള്ള എൻ്റെ മനസ്സ് അങ്ങയെ സേവിക്കുന്നതിൽ പോലും അഭിരുചി ഇല്ലാതായിരിക്കുകയാണ്. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, എന്നോട് ദയ കാണിച്ചാലും അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ടും ഭഗവൻ നാമങ്ങളെ ഇടതടവില്ലാതെ ഉച്ചരിച്ചുകൊണ്ടും പാടിക്കൊണ്ടും ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയി ഞാൻ കഴിഞ്ഞുകൊള്ളാം. എൻ്റെ രോഗങ്ങളെ നീ എന്തു ചെയ്യണം? മാറ്റിത്തരിക. അങ്ങയുടെ അവദാനങ്ങൾ മുഴക്കിക്കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരുന്നു കൊള്ളാമെന്നാണ് കവി ഭഗവാനോട് അപേക്ഷിക്കുന്നത്. നമസ്തേ.